ബന്ധുക്കളെ നമസ്കാരം. എൻ്റെ പേര് ആദിത്യ ശേഷാണ്. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഫ്രം മുംബൈ. പിറന്നത് പാലക്കാടിലാണ്, ജനിച്ചത് പാലക്കാടിലാണ്. അതിനുശേഷം പുറത്തുപോയി. അച്ഛൻ അമ്മ രണ്ടുപേരും പുറത്തുപോയി. കാരണം കേരളത്തില് ഒരു അവസരം ഉണ്ടായില്ല. അപ്പോൾ പോക വേണ്ടി വന്നു. അതിനുശേഷം ഫിനാൻഷ്യൽ സർവീസസ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഭാരതത്തില് 5 സ്റ്റേറ്റ്സിലുണ്ട്, ഇന്റർനാഷണലി 3 സിറ്റീസില് കൺട്രീസിലുണ്ട്. ഈ 5 സ്റ്റേറ്റ്സില് ഒന്നുപോലും കേരളത്തിലില്ല. 5 തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ത്രിപുര. എന്തുകൊണ്ട് എനിക്ക് കേരളത്തിൽ ഒരു സ്ഥാപനം ചെയ്യാൻ പറ്റി? കേരളം എന്ന് പറയുമ്പോൾ ട്രേഡ് യൂണിയനും ബ്യൂറോക്രസിയും ഒബ്സ്ട്രക്ഷനും ഇത് മനസ്സിൽ വരുന്നു. പക്ഷെ ഇങ്ങനെയാണോ വേണ്ടത്? 957 ശേഷം ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമാണ് ഭരണം. നമുക്ക് എന്ത് കിട്ടി? ഒരു ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് ചെയ്തപ്പോൾ കേരളത്തിന്റെ 1500 crores ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് വന്നു. അത് പറ്റില്ലല്ലോ. ഇറ്റ് ജസ്റ്റ് നോട്ട് വർക്ക്. കേരളത്തിലെ FDI ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ്, ടൂറിസം ഇൻഡസ്ട്രി വരാൻ പറ്റില്ല. ഒരു സിലിക്കോൺ ഫാബോ, ഒരു ഇലക്ട്രോണിക് അസംബ്ലിയോ ഇതൊക്കെ വന്നിട്ടില്ലല്ലോ. ഇവിടത്തെ യങ്സ്റ്റേഴ്സിന് ജോലി വേണമെങ്കിൽ ബാംഗ്ലൂർ പോകണം, ചെന്നൈ പോകണം. എവിടെ പോയാലും ഒരു മലയാളി കിട്ടും. പക്ഷെ മലയാളി കേരളത്തിലുണ്ടാവില്ല. എന്തുകൊണ്ട് അങ്ങനെ? അങ്ങനെ ആവാൻ പാടില്ല. ഇവിടത്തെ ഭരണത്തിന് ഇതൊക്കെ അറിയില്ലേ? അറിയും. ചെയ്തിട്ടുണ്ടോ? ഇതുവരെയും ചെയ്തിട്ടില്ല. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ റാങ്കിങ്സ് എടുത്താൽ കേരളം വളരെ അഡ്വാൻസ്ഡ് ആണ്. എഡ്യൂക്കേഷൻ ഉണ്ട്, ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ ബഡ്ജറ്റ് നോക്കിയാൽ allocation to education, allocation to health, allocations to roads and bridges lower than national average ആണ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് 75 വർഷം വ്യർത്ഥമായി പോയോ എന്ന്. ഐ ഹോപ്പ് സോ നോട്ട്. നമുക്ക് പ്രഗതി വേണം, വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല. സംസ്കൃതിയും വേണം, നമ്മളുടെ പാരമ്പര്യം കുറച്ച് ദ്രവിച്ചു. ഒരു ഫിലിം നോക്കിയാൽ ഈ ഫയൽ, ആ ഫയൽ, ഇതൊക്കെയാണ് ഫിലിംസ് പുറത്ത് വരുന്നത്. ആൻഡ് ദേ റിഫ്ലക്ട് സം കണ്ടീഷൻസ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പൊ ഇതൊക്കെ മാറണ്ടേ? ദെൻ കെയിം 2014, 2014. 2014 ശേഷം നമുക്ക് റോഡ് കിട്ടി, കുറെ ഇലക്ട്രിക്കൽ പ്രോജക്ട്സും പ്രോഗ്രസ് തുടങ്ങി. ഓർമ്മയുണ്ടോ? പാലക്കാട്ട് തൃശൂർ 2.5 മണിക്കൂർ യാത്രയായിരുന്നു മുമ്പ്. ഇപ്പൊ അണ്ടർ 1.5. ഡിസ്ട്രിക്ട് ക്രോസ് ചെയ്യുന്നത് 10 നിമിഷത്തിന്റെ ടൈം ഗ്യാപ്പ്. നമ്മളുടെ പുരോഗമനം വേണം, നമ്മളുടെ സനാതനം വേണം. ദ ന്യൂ ഫോർമുല ഈസ് പ്രോഗ്രസ് പ്ലസ് സംസ്കൃതി. ഈ അപേക്ഷയുണ്ട്, ഈ ആശയുണ്ട് നമ്മളുടെ മനസ്സിൽ. നിങ്ങളുടെ തോട്ട് പ്രോസസ് കമ്മ്യൂണിസ്റ്റ് ആവാം, കോൺഗ്രസ് ആവാം, പക്ഷെ നിങ്ങൾ സനാതനിയാണ്. അപ്പൊ സനാതനത്തിന് സപ്പോർട്ട് ചെയ്യണ്ടേ? സനാതനത്തിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് ഒരേ ഒരു പാർട്ടിയുള്ളൂ, BJP. BJPന് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ മോദിജിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഗ്യാരണ്ടി എടുത്ത് ചെയ്യും. പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. പാലക്കാടും കേരളവും തിരിച്ചും സുവർണ ഭൂമിയും ആണ്. നമ്മളുടെ സംസ്കൃതി, നമ്മളുടെ മണ്ണ്, നമ്മളുടെ ഉത്സവം, നമ്മളുടെ കേരളം. തമിഴ്നാട്ടില് നമ്മൾ നോക്കിയാൽ മാജിക് ഫോർമുല ഈസ് അറ്റ് വർക്ക്. അണ്ണാമലൈ പ്ലസ് മോദിജി. തമിഴ്നാട്ടിന്റെ ആൾക്കാർ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ചോദ്യം വരുന്നു, വൈ 400 പ്ലസ്? അബ്കെ ബാർ 400 പാർ. ആക്ച്വലി 358 പ്ലസ് വന്നാല് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ചെയ്യാൻ പറ്റും, ഇക്കണോമിക് റിഫോംസ് ഇനിയും ചെയ്യാൻ പറ്റും. ആൻഡ് ഓവറോൾ നമ്മളുടെ കൺട്രി പ്രോഗ്രസിന്റെ പാത്തിലായി കാണും. ഓരോരോ വോട്ടും മഹത്വമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ എല്ലാവരും BJPനെ വോട്ട് ചെയ്യണം. നമ്മളുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറാണ്. എക്സ്പീരിയൻസ്ഡ് പൊളിറ്റിക്കൽ വർക്കർ, സ്പൗസ് കൗൺസിലറാണ്, കുറെ കാര്യം ചെയ്തിട്ടുണ്ട്.
മോദിജിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്, പ്രതിനിധിയാണ്. അപ്പോ കൃഷ്ണകുമാർ ജിനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നമ്മൾ വിജയിപ്പിക്കണം. 26-ാം തീയതി ഏപ്രിൽ ഇലക്ഷൻ ഡേറ്റ് ആണ്. കാലത്ത് എണിച്ചിട്ട് കുറിയൊക്കെ ഇട്ടിട്ട് നേരത്തെ പോളിംഗ് ബൂത്തിന് പോവുക. കാരണം ഈ തവണത്തെ സമ്മേഴ്സ് വളരെ ഹോട്ടാണ്. കൃഷ്ണകുമാർ ജിനെ വോട്ട് ചെയ്യുക. അങ്ങനെ ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ വോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ഭവിഷ്യത്തെ നിർണയിക്കും. ഇട്ടിട്ട് നേരത്തെ പോളിംഗ് ബൂത്തിന് പോവുക. കാരണം ഈ തവണത്തെ സമ്മേഴ്സ് വളരെ ഹോട്ടാണ്. വെള്ളം കുടിക്കുക ആൻഡ് നിങ്ങളുടെ സ്ഥാനാർത്ഥി, നിങ്ങളുടെ കാൻഡിഡേറ്റ് വോട്ട് ചെയ്യുക. കൃഷ്ണകുമാർ ജിനെ വോട്ട് ചെയ്യുക. അങ്ങനെ ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ വോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ഭവിഷ്യത്തെ നിർണയിക്കും.